നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്നേഹത്തോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. ആ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: നിരവലംബം മമ കുടുംബവുമിനി. തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസൻ ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത്? ചർച്ച ചെയ്യുക. നളചരിതം എന്ന ഒറ്റ ആട്ടക്കഥ കൊണ്ട് മലയാള സാഹിത്യ ചരിത്രത്തിൽ ജനപ്രതിഷ്ഠ നേടിയ കവിയാണ് ഉണ്ണായി വാര്യർ. 4 ദിവസമായിട്ടാണ് നളചരിതം ആട്ടക്കഥ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ 1ാം ദിവസത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗം. നളന് ഹംസവുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഹംസത്തെ നളൻ പിടികൂടുന്നു. തുടർന്ന് ഹംസൻ തൻ്റെ ദുഃഖം അറിയിക്കുന്നു. അങ്ങനെ നളൻ അതിനെ മോചിപ്പിക്കുന്നു. ഇതാണ് പ്രധാന ഇതിവൃത്തം. ദമയന്തി എന്ന രാജകുമാരിയിൽ അനുരക്തനായ നളമഹാരാജാവ് പൂന്തോട്ടത്തിൽ ഉലാത്തുമ്പോൾ സ്വർണ്ണവർണ്ണമുള്ള ഒരു ഹംസത്തെ പിടികൂടുന്നു. തന്നെ കൊല്ലാനാണ് രാജാവ് പിടിച്ചെന്നോർത്ത് അത് ഉറക്കെ വിലപിക്കുന്നു. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന സാഹചര്യമായിട്ടും തൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് ഓർത്താണ് ഹംസം വിലപിക്കുന്നത്. തൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നും അമ്മയ്ക്ക് ആശ്രയമായിട്ട് താൻ മാത്രമേ ഉള്ളൂ എന്നും മാത്രമല്ല തൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് അധിക നാൾ കഴിയാത്തതാണെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിഷമം കൊണ്ട് അവൾ മരണപ്പെടുമെന്നും അതോടെ തൻ്റെ കുലമില്ലാതെയാകുമെന്ന് ഹംസം ആശങ്കപ്പെടുകയാണ്. തനിക്കൊരു ആപത്ത് വന്നപ്പോഴും അനാഥമാക്കപ്പെട്ട കുടുംബത്തെപ്പറ്റിയാണ് ഹംസം ചിന്തിച്ച് സങ്കടപ്പെടുന്നത്. അതുമാത്രമല്ല, തൻ്റെ ഗുണങ്ങൾ തനിക്ക് കഷ്ടകാലമായി ഭവിച്ചെന്ന് ഓർത്ത് ദുഃഖിക്കുന്ന ഹംസത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതിമോഹങ്ങളിൽ ഭ്രമിക്കാത്തൊരു മനസ്സിനുടമയാണ് ഹംസം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏറെ വിശിഷ്ടനായ പക്ഷിയായിട്ടും ജീവന് വേണ്ടി നളൻ്റെ മുന്നിൽ അത് കേണപേക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നന്മയുള്ള ഒരു മനുഷ്യന് തുല്യനായിട്ടാണ് ഹംസത്തെ ഇതിൽ പ്രതിപാദിക്കുന്നത്. വളരെ സ്നേഹനിധിയായിട്ടുള്ള ഒരു മകനും ഒരു ഭർത്താവും ഒരു പിതാവുമൊക്കെ എന്ന രൂപത്തിൽ ഒരു മനുഷ്യൻ്റെ കണക്ക് ഹംസത്തെ നമുക്ക് ഈ പാഠഭാഗത്ത് ദർശിക്കാൻ സാധിക്കും. ഒരു മാനുഷിക പരിവേഷമുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഹംസത്തെ നമുക്ക് ഈ കഥയിൽ നോക്കി കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: നിങ്കൽ സ്നേഹമേ വിദിതം ന മയാ ദ്രോഹമിത് പൊഴുതമര ഖഗവരാ ഗുണനിധേ. വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി. നാരദ മഹർഷിയിൽ നിന്ന് അവളുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ് നളൻ അവളിൽ ആകൃഷ്ടനാകുന്നു. പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിലെ തടാകത്തിൽ കണ്ട സ്വർണ്ണ നിറമുള്ള അരയന്നത്തെ പിടികൂടുന്നു. രാജാവ് തന്നെ കൊല്ലുമെന്ന് കരുതി ഭയന്ന് നിലവിളിച്ച ഹംസത്തെ ആശ്വസിപ്പിക്കുകയാണ് നളൻ. നിരവധി ഗുണഗണങ്ങൾക്ക് ഇരിപ്പിടമാണ് ഹംസമെന്നും പക്ഷികളിൽ നീ ശ്രേഷ്ഠനാണ്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പിടിച്ചതെന്നും ഒരു ദ്രോഹവും തന്നിൽ നിന്നും ഉണ്ടാവുകയില്ലെന്നൊക്കെ നളൻ ഹംസത്തിന് ഉറപ്പ് കൊടുക്കുന്നു. മഹാരാജാവായിട്ട് പോലും ഒരു പക്ഷിയോട് നളൻ കാണിക്കുന്ന ആ ദയയും സ്നേഹമൊക്കെ ഈ വരികളിൽ നമുക്കൊന്ന് വ്യക്തമാകുന്നുണ്ട്. ഒട്ടും വിഷമിക്കേണ്ട എന്നും ആഗ്രഹത്തോടെ പറന്നു പോയാലും എന്ന് നളൻ പറയുന്നുണ്ട്. സഹജീവികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നളൻ എന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, മോഹം തോന്നി സ്നേഹത്താലാണ് ഹംസത്തെ പിടിച്ചതെന്ന് നളൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോൾ നിസ്സാരമായ പക്ഷികളോട് പോലും ഇത്രയ്ക്കും കരുണയും സ്നേഹവും കാണിക്കുന്ന ആ മഹാരാജാവ് തികച്ചും വളരെ ധർമ്മിഷ്ഠനായ സഹജീവി സ്നേഹം പുലർത്തുന്ന ഒരു കഥാപാത്രമാണ്, ഒരു മഹാരാജാവ് കൂടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ടതായ വ്യക്തിത്വമുള്ള ഒരു രാജാവ് തന്നെയാണ്, കഥാപാത്രം തന്നെയാണെന്ന് മനസ്സിലാക്കണം. ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതേ. ഹംസത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക. ബാഹ്യഭംഗി കണ്ട് തന്നെ പിടിക്കാൻ ഒരുങ്ങിയ നളനോട് ഹംസം പറയുന്ന വരികളാണിത്. ചെറുതും പിഴ ചെയ്യാത്ത എന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഉപദ്രവിച്ചാൽ, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള തന്നെ ഉപദ്രവിച്ചാൽ നിനക്കതിൻ്റെ ദ്രോഹമുണ്ടാകുമെന്നാണ് ഈ വരികളുടെ അർത്ഥം. സത്യത്തിൽ ഉപദ്രവിക്കാനല്ല നളൻ പിടികൂടിയത്, ഇല്ലേ? അത് ഹംസത്തിന് അറിയുന്നുമില്ല. അതുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഉപദ്രവിക്കരുതെന്ന് അത് വിലപിക്കാൻ കാരണം.
ദമയന്തിയെക്കുറിച്ച് ഓർത്തിരിക്കുന്ന നള മഹാരാജാവിൻ്റെ മുന്നിലാണ് ഹംസം ചെന്നെത്തുന്നത്. ഹംസത്തിൻ്റെ ബാഹ്യമായ അഴക് കണ്ടാണ് നളൻ അതിനെ പിടിക്കുന്നതും. എന്നാൽ താൻ ഇല്ലാതായാൽ തൻ്റെ അമ്മയും ഭാര്യയും മകനും മറ്റാരുമില്ലെന്നും അവർ അനാഥരായി പോകുമെന്നും വളരെ ദുഃഖത്തോടെ നളനോട് ഹംസം പറയുന്നുണ്ട്. സത്യത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത്? തനിക്ക് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ഉണ്ടായതാണോ ആപത്തായി മാറിയിരിക്കുന്നതെന്ന് ഹംസം ഇവിടെ ചിന്തിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത തന്നോട് രാജാവ് തന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ എന്താണ് അത് നമുക്ക് തിന്മയായി ഭവിക്കുന്നതാണ് ഹംസത്തിൻ്റെ വാക്കുകളിലൂടെ ഉണ്ണായി വാര്യർ നമ്മോട് പറയുന്നത്. അതായത് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ദുരിതമുണ്ടാക്കുന്നവയെ ആവരുത്. എപ്പോൾ എന്ത് നമ്മൾ ചെയ്താലും മറ്റുള്ളവർക്ക് ഉപദ്രവകാരിയായി മാറരുത്. സഹായിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കരുത് എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. അങ്ങനെ ആയാൽ അത് നമ്മുടെ ജീവിതത്തിൽ സാരമായി ബാധിക്കും എന്നുള്ള സത്യമാണ് ഈ ഹംസത്തിൻ്റെ വാക്കുകളിലൂടെ ഉണ്ണായി വാര്യർ ലോകത്തിന് സമർപ്പിക്കുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: അയ്യോ, ഗുണവും അനവധി ദോഷമായത് എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്. സ്വാഭിപ്രായം സമർത്ഥിക്കുക. നള മഹാരാജാവിൻ്റെ കയ്യിൽ അകപ്പെട്ട് സ്വർണ്ണ നിറമുള്ള അരയന്നം ചിന്തിക്കുന്ന എന്താണ്? തൻ്റെ ഗുണമാണ് തനിക്ക് ദോഷമായി ഭവിച്ചതെന്നാണ്, ഇല്ലേ? അതായത് തൻ്റെ സ്വർണ്ണ നിറമുള്ള ചിറകുകൾ കണ്ട പണത്തോടുള്ള ആർത്തി കാരണമാണ് നളൻ തന്നെ പിടിച്ചതെന്നാണ് ഹംസം വിശ്വസിക്കുന്നത്. അപ്പോൾ തൻ്റെ ഗുണം ഇപ്പോൾ ദോഷമായി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ നിരീക്ഷണത്തിന് ഉദാഹരണമായിട്ട് നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ കാണാം. ചുറ്റുപാട് നടക്കുന്ന സംഭവവികാസങ്ങൾ വെച്ച് നോക്കിയാൽ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ തന്നെയാണ് അവർക്ക് പിന്നീട് പിൽക്കാലത്ത് ദോഷമായി ഭവിക്കുന്നത്. തൽക്കാലത്തേക്ക് അവർക്ക് സമ്പത്തോ പ്രശസ്തിയോ പേരോ പെരുമയോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ബുദ്ധി കൂർമ്മത കാലം അവരുടെ തെറ്റിനെ സത്യമായിട്ട് തെളിയിക്കും. അപ്പോഴാണ് അവർ പിടിക്കപ്പെടുന്നത്. അപ്പോൾ ആ ബുദ്ധിവിശേഷം അവർക്ക് വിനയായി ഭവിക്കും. മനുഷ്യർ തന്നെ അങ്ങനെയാണ്. വളരെ തന്ത്രശാലികളായിട്ട് ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ബുദ്ധി കൂർമ്മത അവർക്ക് തന്നെ വിനയായിട്ട് മാറുന്നൊരവസരം. മറ്റ് ജീവികളുടെ സ്ഥിതിവിശേഷം അങ്ങനെ തന്നെയാണ്. മനുഷ്യർ പല ജീവികളെയൊക്കെ പിടിക്കുന്നുണ്ട്, അല്ലേ? അതിന് വിദേശങ്ങളിലേക്ക് അയക്കാനും അല്ലെങ്കിൽ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പലതിനെയും പിടിക്കുകയും അവരുടെ വംശനാശത്തിനൊക്കെ ഇടയാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ ഗുണം തന്നെയാണ് അതിന് ദോഷമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: കഥകളി ലോകപ്രശസ്തമായ കേരളീയ കലാരൂപമാണ്. കഥകളിയുടെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്നതിന് സഹായമായ ചിത്രങ്ങളും വിവരണങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. അപ്പോൾ കഥകളിയെക്കുറിച്ചൊരു സാമാന്യം വിവരണം നൽകുന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. കഥകളിയിലെ കഥാപാത്രങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ശാസ്ത്രക്കളി, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണാട്ടം, അഷ്ടപതിയാട്ടം, ദാസിയാട്ടം, തെയ്യം, തേറയാട്ടം, പടയണി തുടങ്ങിയ ക്ലാസിക്കൽ നാടൻ കലാരൂപങ്ങളുടെ അംശങ്ങൾ കഥകളിയിൽ ദൃശ്യമാണ്. AD 17-ാം നൂറ്റാണ്ടിലാണ് കഥകളി ഉത്ഭവിച്ചത്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. രാമനാട്ട കർത്താവായ കൊട്ടാരക്കര തമ്പുരാനെയാണ് ആട്ടക്കഥാ സാഹിത്യത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത്. കഥകളി വാദ്യങ്ങൾ ഇതൊക്കെയാണ്: ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക, ശംഖ് എന്നിവയാണ്. ഇനി കഥകളിയിലെ വേഷങ്ങൾ എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ ഭാവങ്ങൾക്കനുസരിച്ച് മുഖ്യമായി 5 തരം വേഷങ്ങളുണ്ട്. അവ പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ്. പച്ചവേഷം നല്ല സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ, സത്സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ. കത്തി എന്നുള്ളത് തിന്മ കലർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ. താടി വേഷം 3 തരമുണ്ട്: ചുവന്ന താടിയും വെളുത്ത താടിയും കറുത്ത താടിയും. വെള്ളത്താടി നല്ല ഗുണമുള്ള കഥാപാത്രങ്ങൾക്ക്, കരി ക്രൂര സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതിലെ പ്രധാന ചടങ്ങുകളാണ് കഥകളിയിലെ പ്രധാന ചടങ്ങുകളാണ് കേളികൊട്ട്, മേളപ്പദം, കഥാരംഭം, അരങ്ങ്, കേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട് എന്നിവ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ആട്ടക്കഥാ സാഹിത്യം ഗദ്യരൂപത്തിലുള്ള സംഭാഷണമാക്കി മാറ്റിയെഴുതുക. നളൻ്റെയും ഹംസത്തിൻ്റെയും കഥാപാത്ര സവിശേഷതകൾ ഉൾക്കൊണ്ട് ആട്ടക്കഥാഭാഗം റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ സംഭാഷണ രൂപത്തിലുള്ളത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധയോടെ കേൾക്കുക. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയുടെ 1-ാം ദിവസത്തെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗം
തയ്യാറാക്കിയിട്ടുള്ളത്. വിദർഭ രാജ്യത്തെ രാജാവായ ഭീമൻ്റെ പുത്രി ഭൈമി എന്നറിയപ്പെടുന്ന ദമയന്തിയുടെ ഗുണങ്ങളെക്കുറിച്ചറിഞ്ഞ് നിശിത രാജാവായ നളന് അവളോട് അനുരാഗം തോന്നുന്നു. അങ്ങനെ പ്രണയവിവശനായിട്ടുള്ള നളൻ കൊട്ടാരത്തിൽ ഉദ്യാനത്തിൽ ഉലാത്തുകയാണ്. അപ്പോഴത് അവിടെ സ്വർണ്ണവർണ്ണമുള്ള ഒരു ഹംസം, അതിനെ പിടിക്കാനായിട്ട് നളൻ തയ്യാറാകുന്നു. അതേ തുടർന്ന് നളനും ഹംസവും തമ്മിലുള്ള സംഭാഷണമാണ് പാഠഭാഗത്തുള്ളത്. അപ്പോൾ നിശിത രാജ്യത്തെ ധർമ്മിഷ്ഠനായ രാജാവാണ് നളൻ. ഹംസം അത്ഭുത സിദ്ധികളുള്ള പക്ഷിയും. അപ്പോൾ ഉദ്യാനത്തിൽ അതൊരനക്കം കൂടാതിരിക്കുന്ന സ്വർണ്ണവർണ്ണമുള്ള പക്ഷിയാണ്. നളൻ വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടു കൂടി ചെന്ന് അതിനെ പിടിക്കാനൊരുങ്ങുകയാണ്. അത് കൗതുകം ജനിച്ചിട്ടാണ് നളൻ അതിനെ പിടിക്കാനൊരുങ്ങുന്നത്. നളൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചിട്ട് ചെല്ലുകയാണ്, ആഹാ, എന്ത് മനോഹരമായ അരയന്നം! അതിൻ്റെ സ്വർണ്ണവർണ്ണം എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു, കൊതിപ്പിക്കുന്നു. ഇത് കേട്ട് ഹംസം, അയ്യോ രാജാവേ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അങ്ങ് ഉപദ്രവിക്കരുത്. അങ്ങനെ ചെയ്താൽ താങ്കൾ വലിയൊരു ദുരിതം അനുഭവിക്കേണ്ടി വരും. എന്നെ വെറുതെ വിടണം. എന്നെ കാത്ത് ഒരു കുടുംബം അങ്ങ് ദൂരെയുണ്ട്. എന്നെ പറഞ്ഞു വിട്ടാൽ താങ്കൾക്ക് എൻ്റെ കനക നിറമുള്ള ചിറകുകൾ ഞാൻ തരാം. അതുകൊണ്ട് താങ്കൾക്ക് ധനികനാകാം. എൻ്റെ ഗുണങ്ങൾ തന്നെ എനിക്ക് ദോഷമായി പോയല്ലോ ദൈവമേ. നളൻ, അയ്യോ ഹംസമേ, നീ വിഷമിക്കേണ്ട. നിന്നെ ഉപദ്രവിക്കാനല്ല നിന്നെ പിടിച്ചത്. നിന്റെ സൗന്ദര്യം കണ്ടിട്ട് എന്നിൽ മോഹം തോന്നിയിട്ടാണ്, ഒരു കൗതുകം തോന്നിയിട്ടാണ് നിന്നെ ഞാൻ പിടിച്ചത്. ഉപദ്രവിക്കില്ല. നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. നിന്റെ ഗുണഗണങ്ങൾ നിനക്ക് ചേരുന്നവയാണ്. അത് ദോഷമായി ഭവിക്കില്ല. പക്ഷേ നിന്നോട് എനിക്ക് വളരെയധികം സ്നേഹവും ആദരവും ഒക്കെയാണുള്ളത്. ആയതുകൊണ്ട് നീ സങ്കടപ്പെടേണ്ട. നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പറന്നു പോയിക്കൊള്ളൂ. കേട്ടല്ലോ? ഇതിനനുസരിച്ച് ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് സ്വന്തം എഴുതുക. അപ്പോൾ എന്ത് ചോദ്യോത്തരങ്ങളാണെങ്കിലും പാഠഭാഗത്ത് നിങ്ങൾ പല കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയോ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ നിങ്ങൾ കേട്ടാലും സ്വയം എഴുതാനുള്ളൊരു പ്രാപ്തിയിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കാണാതെ പഠിച്ചെഴുതുക എന്നുള്ള മനസ്ഥിതി ആയിരിക്കരുത്. നിങ്ങളുടെ ഭാഷയെ പരിപോഷിപ്പിക്കുക. അതായത് കേട്ടും വായിച്ചും നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വന്തമായിട്ട് എഴുതാനുള്ള അവരവരുടേതായിട്ടുള്ളൊരു ശൈലി രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.